ഹായ്, ഏവർക്കും നമസ്കാരം. അഡ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തൊഴിലവസരങ്ങൾ എന്ന് പറയുന്ന ആ സീരീസിൽ അടുത്തൊരു സെക്ഷനുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ കേരള PSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള PSCയുടെ അതായത് നമ്മുടെ ഒക്ടോബർ മാസം അവസാനം ഏകദേശം 42ഓളം വേക്കൻസീസ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിലെ വർക്ക് സൂപ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലത്തേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത, എത്രയാണ് അതിൻ്റെ സാലറി എന്നുള്ള രീതിക്കൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ 30/10/2024 നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 4-ാം തീയതിയാണ് കേട്ടോ. 4/12/2024 വരെ നമുക്ക് ഇതിൻ്റെ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കേരള PSCയുടെ ഓൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ എലിജിബിലിറ്റി നോക്കണം, ഏജ് ലിമിറ്റ് നോക്കണം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിലെ വർക്ക് സൂപ്രണ്ടൻ്റ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, പോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇപ്പം നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ്. കോഴിക്കോട് 2 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇനി മാറാം. ഓക്കെ, അപ്പോൾ വേക്കൻസീസ് ഇനിയും കൂടാനാണ് സാധ്യത. ഇനി ഇതിൻ്റെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. എൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 to 36 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ലോവർ ഏജ് ലിമിറ്റ് 18, അപ്പർ ഏജ് ലിമിറ്റ് 36 വരുന്നത്. ക്വാളിഫിക്കേഷൻ പറയുമ്പോഴത്തേക്കും പാസ് ഇൻ SSLC പാസ്സായിട്ടുള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം സർവേയിങ് ആൻഡ് ലെവലിംഗ് ലോവർ KGTE, MGTE ആൻഡ് പാസ് ഇൻ എനി ടു ഓഫ് ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻസ് ഓഫ് KGTE ഓർ MGTE. അപ്പോൾ സർവേയിങ് ആൻഡ് ലെവലിങ്ങിനകത്ത് അതുപോലെ തന്നെ KGTE, MGTE എന്നുള്ള ക്വാളിഫിക്കേഷൻ വേണം. അതിനകത്ത് KGTE, MGTEനകത്ത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, എർത്ത് വർക്ക് ആൻഡ് റോഡ് മേക്കിംഗ്, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, മെൻസുറേഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും എന്താ പറയുക എനി 2 ഓഫ് ദ ക്വാളിഫിക്കേഷൻ. അപ്പോൾ KGTE, MGTക്ക് അകത്ത് ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം അതിനകത്ത് ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല അതിൻ്റെ സെക്കൻഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ ഡയറക്ടർ ജനറൽ ഓഫ് റീസെറ്റിൽമെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ സർവേയർ ട്രേഡ് അണ്ടർ ദ ഡ്രാഫ്റ്റ്സ്മാൻസ് ട്രെയിനിങ് സ്കീം. അങ്ങനെ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ ആൾക്കാർ, അതും അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്മാൻ, അത് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രേഡിലുള്ള ആ ഒരു ITI സർട്ടിഫിക്കറ്റ് അതിനകത്ത് വേണം. അതും അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ഓർ റൂറൽ എഞ്ചിനീയറിംഗ് അവാർഡ് by the Kerala Agricultural University or its equivalent recognized by the Kerala Agricultural University with a period of not less than 2 years. അപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്ലോമയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള യോഗ്യതയോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് നോക്കേണ്ടതാണ്. ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ITI ഓർ ITC ഡ്രാഫ്റ്റ്മാൻ സിവിൽ, അതിൽ ഇക്വലൻ്റ് ഇതിന് ഇക്വലൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന VHC സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്, ITI ITC സർവേയർ, ITI ഓർ ITC സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ NAC ഡ്രാഫ്റ്റ്മാൻ ആണ് സിവിലിലെ, അതുപോലെ KGCE, അതുപോലെ NTC സർവേയറും NTC സിവിൽ ഡ്രാഫ്റ്റ്മാനും ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ നമുക്കറിയണം. നമുക്കത് ചിലപ്പോൾ നമുക്ക് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്കതിനകത്ത് നോട്ട് ആപ്ലിക്കബിൾ എന്നായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഇക്വലൻസി കൊടുത്തു നോക്കുക. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മെക്കാനിക്കൽ വരുമ്പോഴത്തേക്കും NFT ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ആണ്. പിന്നെ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടുള്ളതിനകത്ത് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയാം, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech സിവിൽ എഞ്ചിനീയറിംഗ് വരാം, BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരാം, BE സിവിൽ എഞ്ചിനീയറിംഗ് വരാം കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ആണ് ആ ഒരു ക്വാളിഫൈഡ് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോയിൽ സർവേയിലെ വർക്ക് സൂപ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 10ാം ക്ലാസ് പാസും അതോടൊപ്പം എന്താണ് സർവേയിങ് ആൻഡ് ലെവലിങ്ങിൽ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക ക്വാളിഫിക്കേഷനുള്ള KGTO അല്ലെങ്കിൽ MGTO ഉണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ SSLCയും സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ ഡയറക്ടർ ജനറൽ ഓഫ് റീസെറ്റിൽമെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ സർവേയർ, അത് അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ്മാൻ, അത് സിവിലും മെക്കാനിക്കലും. അതല്ലാന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്ലോമ യൂണിവേഴ്സിറ്റിയിലെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള എന്താ ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ എന്താ പറയുക വർക്ക് സൂപ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കിയേക്കുക. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ജോലിയിൽ കയറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു സീരീസ് വന്നിട്ടുണ്ട്, നമ്മുടെ ജയ് മഹേന്ദ്രൻ എന്നും പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ടായിരുന്നു സൈജി കുറുപ്പിൻ്റെ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ പറയുന്നത് ഒരു ഓഫീസിൽ ഒരു റവന്യൂ ഓഫീസിനകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് എന്താ
ഒരു കുട്ടി ലീവ് ലെറ്റർ എഴുതുന്നതും അതെങ്ങനെയാണ് എഴുതേണ്ടത്, അത് മലയാളത്തിലാണ് വേണ്ടതെന്നുള്ള രീതിക്കുള്ള ഒരു സംഭാഷണം ബാക്കി കാര്യങ്ങളെല്ലാം നർമ്മപരമായിട്ട് അതിനകത്തുണ്ടായിരുന്നു. അതേ അവസ്ഥ, അതേ സിറ്റുവേഷൻ ഒരിക്കലും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരരുത്. നമ്മൾ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യണം. ആ പ്രിപ്പറേഷനൊപ്പം തന്നെ ജോലിക്ക് കയറിയതിന് ശേഷം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസും നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യേണ്ടി വരും. അവിടെ വരുന്ന ചലഞ്ചസിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഒന്ന് നമുക്ക് കമ്പ്യൂട്ടർ നോളജ്, കമ്പ്യൂട്ടർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും മാത്രം അറിഞ്ഞാൽ പോരാ, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതിനകത്ത് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതിൽ ബാക്കി മെയിൽ ചെയ്യുക, അതിനകത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഡ്രാഫ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷും മലയാളമാണ് ഭരണഭാഷ അല്ലേ. അപ്പോൾ മലയാളത്തിലുള്ള കാര്യങ്ങൾ, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായാലും മെയിൽ അയക്കാനായാലും കത്തെഴുതാനായാലും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞണം. അതോടൊപ്പം ഇംഗ്ലീഷ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം 60 മണിക്കൂറിൽ പഠിച്ച് നിങ്ങളെ കുട്ടപ്പന്മാരാക്കി എന്ത് ചെയ്യുക, ജോലിയിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഡാ 24/7 റൈസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 60 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജോലിക്ക് കയറിയതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്ന ബാക്കി ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, നമുക്ക് അവിടുത്തെ സ്റ്റാറായി മാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ്. ആ കോഴ്സ് എങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് നമ്മുടെ അഡാ 247 സൈറ്റിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലോ വരിക. ആപ്ലിക്കേഷനിൽ വന്നതിന് ശേഷം ഈ ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷനിലേക്ക് വരിക. ഈ ഓൾ കോഴ്സസ് ഉള്ള സ്റ്റേറ്റ് എക്സാംസ് അവിടെ കേരള എടുക്കുക. ഏറ്റവും താഴത്തിലായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സ്കിൽ ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് കണ്ടോ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഞാൻ ആദ്യമേ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി പ്ലാൻ ഉണ്ട്, മലയാളം ഉണ്ട്, IT ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുക എന്താണ്, നിങ്ങൾ ഗ്രാമർ പഠിക്കും, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കും, പിന്നെ ഇമെയിൽസ്, റിപ്പോർട്ട്സ്, ലെറ്റർ, അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള റെസ്യൂംസ് ആയാലും കവർ ലെറ്റേഴ്സ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കാം. അതിപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി ആയാലും ഒരു പ്രൈവറ്റ് ജോലിയായാലും നമുക്കൊരു ഓഫീസിനകത്ത് അത്യാവശ്യം വേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അവിടെ പഠിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ സ്റ്റഡി പ്ലാനിലേക്ക് വരുമ്പോഴത്തേനും കേട്ടോ ലെറ്റർ റൈറ്റിങ്ങും ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, മലയാളത്തിലും പഠിക്കാം. ഇനി ഇംഗ്ലീഷിൻ്റെ നമ്മുടെ IT സ്റ്റഡി പ്ലാനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് ബേസിക് കമ്പ്യൂട്ടർ ഉണ്ട്, MS വേർഡ് ഉണ്ട്, MS എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളിൽ എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ബൈ നൗ ഓപ്ഷൻ കൊടുക്കുക, Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അപ്പോഴത്തെ നമുക്ക് 1952 രൂപ സ്പെൻഡ് ചെയ്താൽ ഈ ഒരു വർഷത്തെ വാലിഡിറ്റി നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുകയാണ്. ഒരു വർഷം ആ കണ്ടന്റ് കംപ്ലീറ്റ് നിങ്ങൾ എക്സസ് ചെയ്യുക. 60 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ആവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സെക്ഷനാണ്, അത് ഒരു കോഴ്സാണ്, അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കോഴ്സസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റും അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഗവൺമെൻറ് ജോബ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള മഹാപാക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ മഹാപാക്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അപ്പോഴത്തേക്ക് 3900 രൂപയ്ക്ക് നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആ സ്കിൽ പ്രോഗ്രാമും കിട്ടും, അതുപോലെ നമ്മുടെ ബാക്കി കോഴ്സസും എല്ലാം കിട്ടും കേട്ടോ. അത് NTPCയുടെ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡിയുടെ ആയിക്കോട്ടെ, റെയിൽവേയുടെ ബാക്കി എക്സാംസ് ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒക്കെ വരാതിരിക്കുക. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് പഠിച്ച് ജോലിക്ക് കയറുമ്പം കയറിയതിന് ശേഷം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി പിന്നെ അത് നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ നമുക്കിതെല്ലാം അഡ്വാൻസ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അത്രയും മെനക്കേടോ അത്രയും ഒരു നാണക്കേടോ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തേക്ക് ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ കോഴ്സാണ് റേസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മെഗാ പാക്കും കേട്ടോ. ജോയിൻ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. താങ്ക് യു ഓൾ.